ചിലപ്പോൾ ജീവിതത്തിൽ നമ്മൾ ആകെ തകർന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ നമ്മളെ പിന്തുണയ്ക്കാനായിട്ട് ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയും കൂടെ വന്നല്ലോ. നമ്മുടെ ജീവിതം വല്ലാതെ വഴിമുട്ടി ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോകാനായിട്ട് വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലേ. പല ആളുകളും എന്നോട് പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്, മാഡം എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല, എന്നെ മനസ്സിലാക്കാനായിട്ട് ആരുമില്ല, ഞാനിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്നും ഒന്ന് കരകയറാനായിട്ട് ഒരു വാക്കുകൊണ്ട് പോലും എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ആരുമില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ തളർന്നു പോകുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മനുഷ്യനെന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവിയാണ്. നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് കുറേ അധികം ആളുകളുണ്ട് എന്നുള്ളത് നമുക്കൊരു കരുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ തളർന്നു പോവുക, മാനസികമായിട്ടൊക്കെ തളർന്നു പോവുക എന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. അതായത് തളർത്തുന്ന ഒരു കാര്യം വരുമ്പോൾ അവിടെ തളർന്നു പോകുക എന്നുള്ളത്. ഇനി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല, ഇവിടെ നിന്നും എനിക്കൊരു മോചനമില്ല, ഇനി ഇതൊന്നും എൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളെ അല്ല, എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്, ഇത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മൾ അതിനെ മറ്റൊരു ആംഗിളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളൊന്ന് കാണാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റപ്പെടലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വിലയേറിയ ഒരു അവസരമാണെന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. കാരണം നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് കുറേ അധികം ആളുകൾ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കംഫർട്ട് സോണാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കഴിവുകൾ എന്താണെന്നോ ശക്തി എന്താണെന്നോ ഒന്നും മനസ്സിലാക്കില്ല. നമ്മൾ എല്ലാ കാര്യത്തിനും മറ്റുള്ള ആളുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മളൊരു സാക്ഷീഭാവത്തിൽ ഒന്ന് കാണാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ അത് നമുക്ക് കൊണ്ടുതരുന്ന പ്രയോജനങ്ങൾ കുറേ അധികമാണ്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണ്, എന്താണ്, നമ്മുടെ കഴിവുകൾ എന്താണ്, കുറവുകൾ എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള ശക്തി എന്താണ് എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഇത്തരം അവസ്ഥകളിലാണ്. അതുപോലെ തന്നെ അതുകൊണ്ടുള്ള മറ്റൊരു വലിയ പ്രയോജനം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെയും നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം അവസ്ഥകളിലാണ്. അതായത് നമ്മളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത് ആരാണ്, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആര് നമ്മുടെ കൂടെ നിൽക്കും, നമുക്ക് സഹായത്തിനായിട്ട് ആരുടെ അടുത്തേക്ക് പോകാം, അതുപോലെ തന്നെ നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെട്ട് കഴിയുമ്പോൾ ആരാണ് നമ്മളെ വീണ്ടും അവിടെ തളർത്താനായിട്ട് ശ്രമിക്കുന്നത്, ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ്. ഏതൊരു ഒറ്റപ്പെടലിന്റെ സാഹചര്യത്തിൽ നമ്മൾ അകപ്പെട്ടാലും നമ്മളവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പിന്തുണയും സഹായവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ പരാതി പറഞ്ഞിരിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിന്നും എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അതിന് ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റൂ, ഞാൻ തന്നെ മുന്നിട്ടിറങ്ങിയേ പറ്റൂ, ഞാൻ തന്നെ എനിക്ക് വേണ്ടി സംസാരിച്ചേ പറ്റൂ, എനിക്ക് വേണ്ടി നിലകൊണ്ടേ പറ്റൂ എന്നൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു തകർച്ചയുടെ അവസ്ഥയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പേരുണ്ട്, റോക്ക് ബോട്ടം ടച്ച് ചെയ്യുക എന്ന് പറയും. അതായത് ഇനി ഇതിനപ്പുറത്തേക്ക് പോകാനില്ല, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും തകർച്ചയുടെ അവസാന അറ്റത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻപിൽ 2 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തേതെന്ന് പറയുന്നത് ഈ ഒരു റോക്ക് ബോട്ടം അവസ്ഥ എന്ന് പറയുന്നതിനെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാക്കി മാറ്റാം. അതായത് ഇനി മുമ്പോട്ടുള്ള ജീവിതം മുഴുവൻ നമ്മൾ ഈ ഒരു കാര്യത്തിനെ പറ്റി പരാതിയും പറഞ്ഞ് സങ്കടപ്പെട്ട് നമ്മുടെ ജീവിതം കഴിച്ചുകൂട്ടാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു റോക്ക് ബോട്ടം അവസ്ഥയെ തന്നെ നമ്മുടെ ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിന്റെ ശക്തമായ അടിത്തറയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് ഇതുവരെ ഉണ്ടായ വെല്ലുവിളികളിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും ഒക്കെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിന്റെ ശക്തമായ അടിത്തറ നമ്മൾ കെട്ടിപ്പടുക്കുക. ഇതിൽ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾ നമ്മളെ കൈവിട്ട് കളയുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളെ കൈവിട്ട് കളയുന്നത് കൊണ്ടാണ്. അതായത് മറ്റാരൊക്കെ നമ്മളെ കൈവിട്ടാലും നമ്മളെ കൈവിടാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഏത് തകർച്ചയിൽ നിന്നും നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മളെ മാറ്റിയെടുക്കേണ്ടത് ഈ രീതിയിലാണ്. ഞാൻ പല വീഡിയോയിലും പറയുന്നത് പോലെ സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്തം സ്വയമായിട്ട് അങ്ങേറ്റെടുക്കുക, സ്വന്തം ജീവിതത്തിന്റെ നിയന്ത്രണം സ്വന്തം കൈകളിൽ ഏറ്റെടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊരു പ്രശ്നത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും തകർച്ചയിൽ നിന്നും ഒക്കെ കരകയറി നമ്മുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ ഇത്തരം സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനോട് സമീപിക്കുന്ന രീതി ഈ പറഞ്ഞതുപോലെ ഒന്ന് മാറ്റി നോക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.